ക്യാമറ ഓൺ ചെയ്തേ. ഓൺലൈൻ കാര്യങ്ങൾ ക്യാമറ ഓൺ ചെയ്ത് സൗരഭ് ദേവ ക്ലിയർ അല്ലേ? അനന്തു ഓക്കെ. ശ്രദ്ധിച്ചോ. ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഡി സി കറന്റ് നമ്മൾ എന്താ പഠിച്ചത്? ഡി സി കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡി സി കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ പറയാ? ഡയറക്റ്റ് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താ? കോൺസ്റ്റന്റ് ആയിട്ട് പോകുന്ന കറന്റ്. ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുമ്പോൾ എന്താ പറയാ? ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഇസ് ദ കറന്റ് whose magnitude and direction changes continuously with time. ടൈമിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറി മാറി വരുന്ന കറന്റിനെ നമ്മൾ പറയുന്ന പേരാണ് ഓൾട്ടർനേറ്റിംഗ് കറന്റ്. ഓക്കെ, ഡെഫിനിഷൻ കിട്ടിയ. ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടൈം മാറുന്നതിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ചേഞ്ച് ചെയ്യുന്ന കറന്റ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? ഓൾട്ടർനേറ്റിംഗ് കറന്റ്. Alternating current is the current whose magnitude and direction changes continuously with the time. എഴുതിക്കോ. Alternating current. Okay, എഴുതിക്കോട്ടാ. ഞാനിത് ക്ലിയർ ആയോ? Alternating current എന്താന്ന് പറഞ്ഞാൽ ടൈമിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറി മാറി വരുന്ന കറന്റ്. അതിനെയാണ് നമ്മൾ പറയാ alternating current എന്ന് പറയുന്നത്. Okay, alternating current is the current whose magnitude and direction changes continuously with the time. Changes continuously with the time. ചേഞ്ചസ് കണ്ടിന്യൂസ്ലി വിത്ത് ടൈം. ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ പിന്നെ അത് നെഗറ്റീവ് ആകും, പിന്നെ പോസിറ്റീവ് ആകും, പിന്നെ നെഗറ്റീവ് ആകും, അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഇതിനെയാണ് നമ്മൾ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറഞ്ഞാൽ റഫായിട്ടൊന്ന് വരച്ചു വെച്ചു. ഇപ്പോൾ ടൈം മാറുന്നതിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡ്. ഇപ്പോൾ ഫസ്റ്റത്തെ ടൈം നോക്കുമ്പോൾ മാഗ്നിറ്റ്യൂഡ് നോക്കിയാൽ വാല്യൂ ചെയ്യുന്നത് ഓരോ ടൈമിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്ന് പറയുന്നത്. കിട്ടിയ ഓൾട്ടർനേറ്റിംഗ് കറന്റ് എന്നാണ് കിട്ടിയ. ടൈം മാറുന്നതിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറിക്കൊണ്ടിരിക്കും. ഇവിടെ നോക്കിക്കേ, ടൈമിനനുസരിച്ച് ഇപ്പോൾ ഫസ്റ്റ് ടൈം നോക്കുമ്പോൾ അതിന്റെ മാഗ്നിറ്റ്യൂഡ് വാല്യൂ ഇവിടെയാണ്, പിന്നെ നോക്കിയപ്പോൾ ഇവിടെയാണ്, പിന്നെ നോക്കിയപ്പോൾ ഇവിടെ. അപ്പോൾ ഓരോ ടൈമിനനുസരിച്ച് മാഗ്നിറ്റ്യൂഡും മാറും, ഡയറക്ഷനും മാറും. സിമ്പിൾ ആയിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാഗ്നിറ്റ്യൂഡും മാറും, ഡയറക്ഷനും മാറും ടൈമിനനുസരിച്ച്. എഴുതിയ ഡെഫിനിഷൻ എഴുതിയ. ഓൾട്ടർനേറ്റിംഗ് കറന്റ് ഇസ് ദ കറന്റ് whose magnitude and direction changes continuously with the time. Rough ആയിട്ട് വെച്ചോ. Changes continuously with the time. Okay, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇതിന്റെ ഒരു ഇക്വേഷൻ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് ഓർ കറന്റ്. ഇത് നമുക്കിപ്പോൾ ഒരു ആവറേജ് ഈ ഒരു ഒരു സൈക്കിളിന്റെ ഒരു കംപ്ലീറ്റ് സൈക്കിളിന്റെ ആവറേജ് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായി പോകും? ഒരെണ്ണം പോസിറ്റീവ് ആണ്, ഒരെണ്ണം നെഗറ്റീവ് ആണ്. അപ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിളിന്റെ ആവറേജ് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായി പോകും? 0 ആയി പോകും. കാരണം ഒരെണ്ണം ഫസ്റ്റ് ഹാഫ് പോസിറ്റീവ്, സെക്കൻഡ് ഹാഫ് നെഗറ്റീവ്. അപ്പോൾ ഈ ഒരു കംപ്ലീറ്റ് സൈക്കിളിന്റെ ആവറേജ് വാല്യൂ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്താവും? 0 ആയി പോകും.
അപ്പൊ നമ്മൾ ഇൻസ്റ്റന്റേനിയസ് ഒരു പർട്ടിക്കുലർ ടൈമിലുള്ള കറന്റ് ഓർ വോൾട്ടേജ് ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് V equal to V0 sin omega t. എഴുതിക്കോ, ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് V equal to V0 sin omega t. ഓരോ ടേംസ് എടുത്ത് എഴുതിക്കോ. V ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് V ഇൻസ്റ്റന്റേനിയസ് അത് എഴുതിയോ, ഇക്വേഷൻ എഴുതിയോ. V equal to V0 sin omega t. V instantaneous value of voltage, V0 peak value of voltage, V0 peak value of voltage, omega angular frequency t time, निकलो omega angular frequency t time. Okay, അടുത്തത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റ് I equal to I0 sin omega t. I instantaneous value of current, I0 peak value of current, omega angular frequency t time. ഈ ഇക്വേഷൻ ഒന്ന് ബോക്സ് ചെയ്ത് വിട്ടോട്ടെ. ഇത് രണ്ടും ഞാൻ ഓൾട്ടർനേറ്റിംഗ് കറന്റിന്റെ ഇക്വേഷൻ. Value of current and voltage. V equal to V0 sin omega t, I equal to I0 sin omega t. I instantaneous value of current, I0 peak value of current, omega angular frequency t time. എഴുതിയാ അടുത്തത് ആവറേജ് ഓർ മീൻ വാല്യൂ ഓഫ് AC. ആവറേജ് ഓർ മീൻ വാല്യൂ ഓഫ് AC. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു കംപ്ലീറ്റ് സൈക്കിൾ നമ്മൾ കൺസിഡർ ചെയ്യണമെങ്കിൽ ആവറേജ് വാല്യൂ എന്തായി പോകും? 0 ആയിരിക്കും. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇത് 0 ആണെങ്കിൽ T/2 ഒരു ഹാഫ് സൈക്കിളിലെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. കംപ്ലീറ്റ് സൈക്കിൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോസിറ്റീവ് മൈനസും ആയതുകൊണ്ട് അത് ക്യാൻസൽ ചെയ്ത് 0 ആയി പോകും. അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഈ ഒരു ഫസ്റ്റ് ഹാഫ് സൈക്കിൾ, അതായത് ഹാഫ് സൈക്കിളിലെ ആവറേജ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു സ്റ്റഡി കറന്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്, സ്റ്റഡി കറന്റ് I ഫ്ലോ ചെയ്യുന്നുണ്ട്. ആ ഒരു കറന്റിന്റെ ആവറേജ് വാല്യൂ ആണ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ കൂടി ഒരു കറന്റ് ഫ്ലോ ചെയ്യണമെങ്കിൽ ഒരു ക്യൂ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കൂടി ഒരു കറന്റ് ഫ്ലോ ചെയ്യുള്ളൂ അല്ലെ. ക്യൂ ചാർജ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കൂടി ഒരു സ്റ്റഡി കറന്റ് I എന്ന് പറയുന്ന ഒരു കറന്റ് ഫ്ലോ ചെയ്യുള്ളൂ. ഇത്രയും നോക്കിയാൽ മതി. കംപ്ലീറ്റ് സൈക്കിൾ അല്ല, നമ്മൾ ഈ ഒരു ഹാഫ് സൈക്കിളിലുള്ള ആവറേജ് വാല്യൂ ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്, ഹാഫ് സൈക്കിള്. അപ്പോൾ ഒരു ചാർജ് ക്യൂ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കൂടി കറന്റ് ഫ്ലോ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ചാർജ് എത്രത്തോളം ചാർജ് വേണം ഈ ഒരു ഹാഫ് സൈക്കിളിൽ കറന്റ് ഫ്ലോ ചെയ്ത് ഐയുടെ വാല്യൂ കിട്ടി അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാം. നമുക്ക് എത്ര വേണമെന്ന് നോക്കാം. അപ്പൊ ഈ ഒരു ക്യൂവിന്റെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. എത്രത്തോളം ക്യൂ വേണം ഇവിടെ കൂടി ഒരു സ്റ്റഡി കറന്റ് ഫ്ലോ ചെയ്യാൻ കിട്ടിയാ അതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ ഒരു DT ടൈം ഇന്റർവെല്ലിൽ നമുക്ക് ചാർജ് DQ ഈക്വൽ ടു I ഇൻറ്റു DT എന്ന് എഴുതാമല്ലോ. DQ ഈക്വൽ ടു ഒരു DT ടൈം ഇന്റർവെല്ലിൽ ചാർജ് DQ ഈക്വൽ ടു I ഇൻറ്റു DT എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് DQ ഈക്വൽ ടു ഐയുടെ വാല്യൂ എന്താ നമ്മളിപ്പോൾ പഠിച്ചത്? I ഈക്വൽ ടു I0 sin omega t. I ഈക്വൽ ടു I0 sin omega t dt. ഇത് DQ ആണ്. നമുക്ക് വേണ്ടത് ചാർജ് ആണ് വേണ്ടത്, ടോട്ടൽ ചാർജ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ ഇന്റഗ്രേറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ നമ്പർ 1 ഈ ഇക്വേഷനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ DQ ഇന്റഗ്രൽ ഓഫ് I0 sin omega t dt. നമുക്ക് എവിടെ തൊട്ടാണ് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ടത്? നമുക്ക് ഏത് വാല്യൂ വേണ്ടത്? 0 തൊട്ട് ഈ T/2 വരെയുള്ള, അതായത് ഈ ഹാഫ് സൈക്കിളിന്റെ ആവറേജ് വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്.
ഓക്കെ ഹാഫ് സൈക്കിൾ. അപ്പൊ ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ 0t/2. കംപ്ലീറ്റ് സൈക്കിൾ ആണ് ടി എന്ന് പറയുന്നത്. നമുക്ക് ഹാഫ് സൈക്കിൾ മാത്രം മതി. ഹാഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ 0 to t/2. 0 to t/2 ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇന്റഗ്രൽ ഓഫ് dq എന്ന് പറഞ്ഞാൽ q. ഇനി I0 കോൺസ്റ്റന്റ് ആണ്. I0 നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. I0 ഇന്റഗ്രൽ ഓഫ് 0 to t/2 sin omega t dt. ഇന്റഗ്രേഷൻ പഠിച്ചിട്ടുള്ളതല്ലേ? പഠിച്ചു തുടങ്ങിയിട്ടില്ല ഇന്റഗ്രേഷൻ? ഓക്കെ, ജസ്റ്റ് ഇത്രയും നോക്കിയാൽ മതി. q ഈക്വൽ ടു I0 സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രൽ. സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രൽ മൈനസ് കോസ് ഒമേഗ ടി. ഡെറിവേറ്റീവ് പഠിച്ചതുപോലെ തന്നെ ഇന്റഗ്രൽ ഉണ്ട്. നമ്മൾ ഡെറിവേറ്റീവ് ഓഫ് സൈൻ ഒമേഗ ടി ഒക്കെ പഠിച്ചില്ലേ? അതുപോലെ തന്നെ ഇന്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറയുന്നത് എന്താ? സൈനിന്റെ ഇന്റഗ്രൽ എന്ന് പറയുന്നത് കോസ് ആണ്. പക്ഷെ ഇവിടെ ഒരു ഒമേഗ ടി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ഇന്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി ഈക്വൽ ടു മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ. ഇത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇന്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി, അതായത് സൈനിന്റെ ഇന്റഗ്രൽ ഓഫ് സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈനസ് കോസ്. ഇവിടെ ഒരു ഒമേഗ ടി ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുമ്പോൾ ഒമേഗ ജസ്റ്റ് മൾട്ടിപ്ലൈ അല്ലേ ചെയ്യുന്നത്. ഇന്റഗ്രൽ ഓഫ് സൈൻ ഒമേഗ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് കോസ് ഒമേഗ ടി ഇൻറ്റു ഒമേഗ. പക്ഷേ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ എന്താവും? സൈൻ ഒമേഗ ടിയുടെ സൈനിന്റെ ഇന്റഗ്രൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോസ്. പിന്നെ ഒരു ഒമേഗ ടി ഉണ്ടപ്പോൾ ഇൻറ്റു ഒമേഗ ടി ഡിവൈഡഡ് ബൈ ഒമേഗ ടി. അതൊന്നും അറിയില്ലെങ്കിൽ ബോക്സ് ചെയ്തിടണേ. അപ്പോൾ നമുക്ക് ഇന്റഗ്രൽ സൈൻ ഒമേഗ ടിയുടെ ഇന്റഗ്രൽ എന്ന് പറയുമ്പോൾ മൈനസ് കോസ് ഒമേഗ ടി ബൈ ഒമേഗ ടി. ലിമിറ്റ് 0 to t/2. ഈ ഒമേഗ കോൺസ്റ്റന്റ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. ഒമേഗനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. I0 ബൈ ഒമേഗ മൈനസ് കൊണ്ട് ബാക്കിയുള്ളത് കോസ് ഒമേഗ ടി. ലിമിറ്റ് 0 to t/2. ഈ ഇക്വേഷൻ Q equal to I0 by omega cos omega t ക്ക് നമുക്ക് ലിമിറ്റ് കൊടുക്കാം. cos omega t ലിമിറ്റ് കൊടുക്കണം എങ്ങനെയാണെന്ന് അറിയാലോ? ഡെറിവേറ്റീവിൽ ചെയ്തതുപോലെ തന്നെ ലിമിറ്റ് കൊടുക്കാം. ഇവിടെ നമ്മൾ ലിമിറ്റ് കൊടുക്കുന്നത് t ക്കാണ് ലിമിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പോൾ ഫസ്റ്റ് ടിയുടെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കുക? t/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ദെൻ ടിയുടെ പ്ലേസിൽ 0 ഇട്ട് കൊടുക്കുക. cos omega into t/2 മൈനസ്, അപ്പൊ അപ്പർ ലിമിറ്റ് നമ്മൾ അപ്ലൈ ചെയ്തു. അടുത്തത് ലോവർ ലിമിറ്റ് മൈനസ് കോസ് ടിയുടെ പ്ലേസിൽ എന്തിട്ട് കൊടുക്കുക? 0 ഇട്ട് കൊടുക്കുക. മൈനസ്. ഇനി ഒമേഗനെ നമ്മൾ എങ്ങനെയാ പഠിച്ചേക്കുന്നത്? ഒമേഗ ഈക്വൽ ടു 2π/t. ടി ക്യാൻസൽ ചെയ്ത് 2 ക്യാൻസൽ ചെയ്തു. ബാക്കിയുള്ളത് കോസ് പൈ. കോസ് പൈയുടെ വാല്യൂ എത്ര? -1.
കറണ്ട് അതിനാണ് നമ്മൾ പറഞ്ഞത്. അതിൽ രണ്ട് ഇക്വേഷനാണ് പഠിക്കാനുള്ളത്. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് കൊണ്ട് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറണ്ട് രണ്ടും അതിൽ ഇക്വേഷൻ ബൈ ഹാർട്ട് പഠിച്ചാൽ ഇക്വേഷൻ എങ്ങനെ വന്നു പഠിക്കാൻ I0 എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ, V0 എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ വോൾട്ടേജ്, I0 എന്ന് പറഞ്ഞാൽ പീക്ക് വാല്യൂ ഓഫ് കറണ്ട്. I എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, I എന്താ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ, E എന്താ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ്. ഇനി ആവറേജ് ഓഫ് മീൻ വാല്യൂ, ആവറേജ് ഓഫ് മീൻ വാല്യൂ ഇവിടെ തുടങ്ങി ഇവിടെ വരെ അവസാനം ഒന്ന് ചെയ്ത് നോക്കിക്കേ. കഴിഞ്ഞവരൊന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയേ, സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കിയേ. ഇവിടെ തൊട്ട് ഇവിടെ വരെ വരുന്നത് അവർ കംപ്ലീറ്റ് സൈക്കിൾ എന്ന് പറയുന്നത്. പക്ഷേ ഒരെണ്ണം പോസിറ്റീവ് ഒരെണ്ണം നെഗറ്റീവ്. അപ്പോൾ നമ്മളുടെ ആവറേജ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്തായി പോകും? 0 ആയിരിക്കും. പോസിറ്റീവ് നെഗറ്റീവ് അല്ല, അത് 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഒരു ആവറേജ് വാല്യൂ എടുക്കാൻ പറ്റില്ല. പിന്നെ ഇൻസ്റ്റന്റേനിയസ് നമ്മൾ പറയുന്നത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ ഓഫ് ടൈമിലുള്ള വോൾട്ടേജും കറണ്ടുമാണ് നമ്മൾ എഴുതി വെച്ചത്. ഇനി പക്ഷേ നമ്മുടെ ആവറേജ് എടുക്കും. ആവറേജ് അപ്പോൾ കംപ്ലീറ്റ് സൈക്കിൾ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഇത് 0 ആണ് നമുക്ക് ഓൾറെഡി അറിയാം. പക്ഷേ അപ്പോൾ നമ്മളിവിടെ ഒരു ഹാഫ് സൈക്കിൾ T/2 ഒരു ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യണം. ഓക്കെ, ആ ഹാഫ് സൈക്കിളിന്റെ ആവറേജ് വാല്യൂ അതിന്റെ ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യും. പക്ഷേ ഈ ഹാഫ് സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്റ്റഡി കറണ്ട് ഉണ്ടാവും. അതിന്റെ വാല്യൂ ആവറേജ് ഓഫ് മീൻ വാല്യൂ ഓഫ് AC, ആവറേജ് വാല്യൂ ഓഫ് AC. അപ്പോൾ ഇവിടെ ഒരു കറണ്ട് ഉണ്ടെങ്കിൽ ഇവിടുത്തെ കറണ്ട് എന്ന് പറയുന്നത് ആ ഈ കറണ്ട് ഇവിടെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ചാർജ് കൊടുത്താൽ മാത്രമേ അവിടെ ഒരു കറണ്ട് ആ ചാർജിന്റെ വാല്യൂ കണ്ടുപിടിച്ച് വരും. ചാർജ് ഡി ടൈം ഇന്റർവെൽ നമുക്ക് DQ = IQ/dt നൽകാം. നമ്മൾ കപ്പാസിറ്റൻസ് പഠിച്ചാൽ Q നമുക്ക് ജസ്റ്റ് DQ ചാർജിന്റെ ഇക്വേഷൻ I/Q വെച്ച് DQ IQ/dt ഇന്ന് കൈയുടെ വാല്യൂ ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. DQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചെറിയ ചാർജ് ആയിരിക്കും. ഇനി നമുക്ക് എന്താ വേണ്ടത്? സബ്സ്റ്റിറ്റ്യൂട്ട് ഇനി ചെറിയ വാല്യൂ വരും. ടോട്ടൽ ചാർജിന് വേണ്ടി ഇന്റഗ്രേറ്റ് ചെയ്ത് 0 to T/2 ഇവിടെ മറ്റേ വളരെ മതിയല്ല. നമുക്ക് 0 to T/2 I0 sin ωt dt. Q = I0 കോൺസ്റ്റന്റ് വിത്ത് റെസ്പെക്ട് ടു dt ആണ് നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ I0 പുറത്തേക്ക് മാറ്റി ബാക്കിയുള്ള ഇന്റഗ്രേറ്റ് sin ωt നമുക്ക് ജസ്റ്റ് ഓർഡർ സൈൻ ഇന്റഗ്രേഷൻ ജസ്റ്റ് ഇവിടെ എഴുതി വെച്ചു. ഇന്റഗ്രേറ്റ് ജസ്റ്റ് എഴുതി ഒമേഗ ഔട്ട്സൈഡ് ഒമേഗ ബാക്കി cos ωt T/2 cos 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്തല്ലോ. അപ്പോൾ ഓൾറെഡി അപ്ലൈ സബ്സ്റ്റിറ്റ്യൂഷൻ എഴുതി കഴിഞ്ഞില്ലേ? മനസ്സിലാക്കിയാണ് എഴുതണം. മനസ്സിലായില്ലോ? എന്തേ അവനെ വെട്ടിയല്ലേ? അപ്പൊ നമുക്ക് ക്യൂവിന്റെ വാല്യൂ കിട്ടി. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? ആവറേജ് വാല്യൂ ഓഫ് മീൻ വാല്യൂ ഓഫ് AC. ഐയുടെ ആവറേജ് നമുക്ക് കണ്ടുപിടിക്കണം. I = Q/G അല്ലേ? അപ്പൊ Q നമുക്ക് കിട്ടിയിട്ടുണ്ട്. I = Qന്റെ വാല്യൂ 2I0 ω/T. ടൈം എവിടെ തൊട്ട് എവിടെ വരെ? ഹാഫ് സൈക്കിൾ
അപ്പൊ 0 to t/2. t/2 minus 0 t/2. ഒമേഗക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഓൺലൈനിൽ കയറിയിരിക്കുന്ന ഒരു ബോർഡ് ക്ലിയർ അല്ലെങ്കിൽ പറയണം കേട്ടോ. സൈഡിലേക്കാണ് മതിയാ. അവരൊന്നും ഓക്കെ. അടുത്തത് റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് കറന്റ്. ഓക്കെ, ഹെഡിങ് എഴുതിക്കോ. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് കറന്റ്. ഈ ചാപ്റ്ററിൽ ഫുള്ള് ഡെറിവേഷൻ ആണ്, എല്ലാം പഠിക്കണം. റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് കറന്റ് എഴുതിക്കോ. ഇറ്റ് ഈസ് എ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് instantaneous value of current or EMF. ജസ്റ്റ് സെന്റൻസ് ആയിട്ട് എഴുതിയാൽ മതി. ഇതിൽ തന്നെ നമുക്ക് പറയാം റൂട്ട് മീൻ സ്ക്വയർ. ഇത് മൂന്നും എടുക്കണം. എന്തിന്റെ? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് കറന്റ്. ആ ഇക്വേഷൻ പഠിച്ചല്ലോ, അതിൽ തന്നെ എഴുതാവുന്നുണ്ട്. I equal to I0 sin omega t. ഇനി ഫസ്റ്റ് സ്ക്വയർ ചെയ്യുക, പിന്നെ മീൻ എടുക്കുക, പിന്നെ റൂട്ട് എടുക്കുക. ഓക്കെ, I0 sin omega t നമുക്ക് സ്ക്വയർ ചെയ്യാം. അടുത്ത സ്റ്റെപ്പിൽ I square equal to I0 square sin square omega t. അടുത്തതിൽ മീൻ equal to I0 square sin square omega t. ഇതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. മീൻ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ എഴുതുമ്പോൾ ഇത്ര എഴുതി പോയാൽ മതി. ആ സൈഡ് നോക്കണ്ട, ജസ്റ്റ് കിട്ടണമെങ്കിൽ കിട്ടോ. ഓക്കെ, അടുത്തത് സൈൻ സ്ക്വയർ. സൈൻ സ്ക്വയർ ഒമേഗ നമുക്ക് എങ്ങനെ എക്സ്പാൻഡ് ചെയ്യാം? 1 മൈനസ് ബ്രാക്കറ്റ് അല്ല, ഇങ്ങനെ എഴുതുന്ന സൈൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മീൻ വാല്യൂ അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. 1 മൈനസ് കോസ് sin square omega t equal to 1 minus cos 2 omega t by 2. ഏതാണ്? ഇതാ RMS root mean square. ഏതാണ് മനസ്സിലാവുക? Science square they will the trigonometric expansion. Science square equal to 1 minus cos 2 omega t by 2. That's right. Okay. ഇനി ഇവിടെ നമ്മൾ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് കറന്റ് എടുക്കുമ്പോൾ ഒരു കംപ്ലീറ്റ് സൈക്കിൾ ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഇത്രയും നോക്കിയാൽ മതി. ഇതിന്റെ ഡെറിവേഷൻ നിങ്ങൾക്ക് cos സ്ക്വയർ ആണോ cos 2 ആണോ? ഏതാണ്? cos 2 omega t. ഇങ്ങനെ പഠിച്ചിട്ടില്ലേ? എന്തൊക്കെയോ പഠിച്ചല്ലോ. പഠിച്ചിട്ടില്ലേ? ശ്രദ്ധിക്കോ, ഇനി നിങ്ങൾക്ക് ഡെറിവേഷൻ ഒന്നും ഉണ്ടാവില്ല. IRMS വാല്യൂ മാത്രം മതി, ജസ്റ്റ് ശ്രദ്ധിച്ചാൽ മതി. cos 2 omega t. ഇനി ഇതിന്റെ വാല്യൂ ഒരു കംപ്ലീറ്റ് സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ ജസ്റ്റ് 0 ആയി പോകും. അത്രേ ഓർത്ത് വെച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കണ്ട. ആ ജസ്റ്റ് ഫൈനൽ വാല്യൂ മാത്രം മതി. IRMS equal to I0 square by 2.
ഓക്കെ അത് 0 ആകും. അത്രയും നോക്കിയാൽ മതി. ഒരു കംപ്ലീറ്റ് സൈക്കിളാണ് നമ്മൾ കൺസിഡർ ചെയ്യണം. ഡെറിവേഷൻ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഇത് ചോദിക്കാറില്ല. ആദ്യം ഫൈനൽ ഇക്വേഷൻ മാത്രം നോക്കിയാൽ മതി. ഇനി ഇതിന്റെ റൂട്ട് എടുക്കുക. റൂട്ട് എടുക്കുമ്പോൾ തിയറി നോക്കാനാണെങ്കിൽ കുറെ ഉണ്ടാവും, പഠിക്കേണ്ട ആവശ്യം. നമുക്കത് നോക്കണ്ട. നമുക്ക് ജസ്റ്റ് വാല്യൂ 0 ആയി അത്രേ ഉള്ളൂ. ജസ്റ്റ് ഇത് മാത്രം പഠിച്ചാൽ മതി. ഇതൊന്നും ഇല്ല. ചോദിക്കാൻ സാധ്യതയില്ല. അതുപോലെ ഈ ആവറേജ് ഇപ്പത്തേക്കെടുത്ത് അങ്ങനെ നോക്കണ്ട. ഒരു കംപ്ലീറ്റ് സൈക്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ വാല്യൂ 0. നമുക്ക് വേണ്ട, ഞാൻ പറഞ്ഞ ഇക്വേഷൻ മാത്രം മതി. ചിലപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ അത് മാത്രമേ ചിലപ്പോൾ സ്കൂളിൽ എടുക്കുള്ളൂ. ഇത്രയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ പിന്നെ എങ്ങനെ വന്നു അറിയാലോ. അല്ലെ, ഇവിടെ നോക്കിക്കേ, ആവറേജ് വാല്യൂ 0 ആണ് ഞാൻ തന്നെ പറഞ്ഞു. എന്നിട്ട് പിന്നെ ആവറേജ് വാല്യൂ ഇവിടെ ഇക്വേഷൻ എഴുതുന്നുണ്ടെങ്കിൽ ചോദിച്ചിട്ട് ഇങ്ങനെ അതുകൊണ്ട് ജസ്റ്റ് എടുക്കുന്നേ ഉള്ളൂ. നീ എന്താ പോയി കുടി. അതെ, ശ്രദ്ധിക്കോ. Okay, phasor diagram.
എഴുതിക്കോ. ഫേസർ ഡയഗ്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം വെലോസിറ്റി കറണ്ട് ഒക്കെ എന്ത് ക്വാണ്ടിറ്റിയാ? കറണ്ട് സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രം, അതിനെയാണ് നമ്മൾ ഫേസർ ഡയഗ്രം എന്ന് പറയുന്നത്. ഓക്കെ, വോൾട്ടേജും കറണ്ട് ഒക്കെ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ആണ്. അപ്പൊ അതിനെ നമ്മൾ ഒരു റൊട്ടേറ്റിംഗ് വെക്ടർ ആക്കി റെപ്രസെന്റ് ചെയ്യാൻ പോവാ. വെക്ടർ ആക്കി റെപ്രസെന്റ് ചെയ്യുന്ന ആ ഡയഗ്രത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഫേസർ ഡയഗ്രം. അപ്പൊ എഴുതിക്കോ, ഇറ്റ് ഈസ് എ ഡയഗ്രം representing current or voltage it is a diagram representing current or voltage as rotating vectors phasor diagram phasor diagram. It is a diagram which represent voltage or current as rotating vectors with phase angle between them. Phase angle between them. വോൾട്ടേജിനെ കറന്റിനെ റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രം, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഫേസർ ഡയഗ്രം എന്ന് പറയുന്നത്. ഇപ്പോൾ എക്സ് ആക്സിസ് വൈ ആക്സിസ് ഇതാണ് ഒരു വോൾട്ടേജിന്റെ ഫേസർ എങ്കിൽ അതിന്റെ വാല്യൂ ഈ ഒരു ആക്സിസ്, ഇവിടെ വാല്യൂ എന്ന് പറയുന്നത് ഈ ഒരു ആക്സിസ് നമ്മൾ എടുക്കുന്നത് വി ആയിട്ടാണ്. വി ഈക്വൽ ടു V0 sin ഒമേഗ ടി. വൈ ആക്സിസ് എന്ന് പറയുന്നത് വി ആയിട്ടും എടുക്കും. ഈ ഒരു ഫേസർ വെലോസിറ്റിയുടെ ഫേസറിന്റെ ഈ ഒരു ലെങ്ത് നമ്മൾ എടുക്കുന്നത് V0 ആയിട്ട് എടുക്കും. ഓക്കെ, ഒരു വെലോസിറ്റിനെ അല്ലെങ്കിൽ കറന്റിനെ നമ്മൾ ഒരു ഡയഗ്രാം, അതായത് ഡയഗ്രാം ആയിട്ട് റൊട്ടേറ്റിംഗ് വെക്ടേഴ്സിന്റെ ഒരു ഡയഗ്രാം ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ ഫേസർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ നമ്മൾ വെലോസിറ്റിയുടെ ഫേസർ വരച്ച പോലെ തന്നെ കറന്റ് നമുക്ക് ഫേസർ ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പോവാം. അപ്പൊ ഈ ഒരു ഫേസർ കറന്റിന്റെ ഫേസറിന്റെ ഈ ഒരു ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത് ഐ, അതായത് ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആയിരിക്കും ഈ വൈ ആക്സിസ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഈ ലെങ്ത് റെപ്രസെന്റ് ചെയ്യുന്നത് പീക്ക് വാല്യൂ I0. ജസ്റ്റ് റഫ് ആയിട്ട് വരച്ചു വെച്ചാൽ മതി. അത് ഡീറ്റെയിൽ ആയിട്ട് ഫേസർ ഡയഗ്രാം എന്താണെന്ന് ചോദിക്കാൻ പോകണില്ല, ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞേ. ഓക്കെ, അടുത്ത് എഴുതിക്കോ. ഇത് വരച്ചില്ലേ, ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ഓക്കെ. അടുത്തത് AC voltage applied to a resistor. AC voltage applied to a resistor. AC voltage applied to a resistor. Okay, ഇത് ചോദിക്കും കേട്ടോ. AC voltage applied to a resistor ഉണ്ട്, ഇൻഡക്ടർ ഉണ്ട്, കപ്പാസിറ്റർ ഉണ്ട്. മൂന്നും പഠിച്ചു തന്നെ പോകണം. ഓക്കെ, അപ്പോൾ ഓരോന്നും ശ്രദ്ധിച്ചു. AC voltage applied to a resistor. അപ്പോൾ ഒരു പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട്. ആ സർക്യൂട്ടിലേക്ക് AC അപ്ലൈ, ഒരു പ്യൂർലി റെസിസ്റ്റീവ് AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ, ഒരു പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റർ, ഒരു സർക്യൂട്ട്, അതിലേക്ക് AC വോൾട്ടേജ് അപ്ലൈ ചെയ്തു, കറന്റ് ആയി ഫ്ലോ ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടത്തെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? എല്ലാത്തിലും ചെയ്യുന്നതായിരിക്കും V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ഓക്കെ, നമ്മളിപ്പോ ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്നത് വോൾട്ടേജിന്റെയും കറന്റിന്റെയും തമ്മിലുള്ള ഒരു റിലേഷനിലേക്കാണ് നമ്മൾ ഫൈനൽ എത്താൻ പോകുന്നത്. വോൾട്ടേജിന്റെയും കറന്റിന്റെയും തമ്മിലുള്ള റിലേഷൻ. അപ്പൊ V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. ഇനി കറന്റ് നമുക്ക് ഇതിന് എടുക്കാനാണെങ്കിൽ ഇപ്പൊ ബൈ ഓംസ് ലോ V ഈക്വൽ ടു IR. അപ്പൊ I ഈക്വൽ ടു V ബൈ R. I ഈക്വൽ ടു വിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. വിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി ബൈ R. ഓക്കെ, അപ്പൊ വോൾട്ടേജ് ഇൻസ്റ്റന്റേനിയസ് വോൾട്ടേജിന്റെ ഇക്വേഷൻ കിട്ടി, ഇൻസ്റ്റന്റേനിയസ് കറന്റിന്റെ ഇക്വേഷൻ കിട്ടി. ഓക്കെ, AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ. ശ്രദ്ധിച്ചോട്ടെ, ഒന്നുകൂടി പറയാം. AC അപ്ലൈഡ് ടു എ റെസിസ്റ്റർ, ഒരു പ്യൂർലി റെസിസ്റ്റീവ് ആയിട്ടുള്ള ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്തു, അതിലേക്ക് നമ്മൾ AC അപ്ലൈ ചെയ്തു, കറന്റ് ഫ്ലോ ചെയ്ത് ജസ്റ്റ് ഡയഗ്രം ഇങ്ങനെ വരക്കുക. ഇവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് എന്ന് പറയുന്നത് V0 സൈൻ ഒമേഗ ടി. നമുക്ക് കിട്ടാൻ പോകുന്നത് എന്താ? റിലേഷൻ ബിറ്റ്വീൻ കറന്റ് ആൻഡ് വോൾട്ടേജ്. അപ്പൊ അതിലേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടി ഫസ്റ്റ് നമ്മൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ, എല്ലാത്തിലും ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം തന്നെയായിരിക്കും. V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി.
ഇനി ഇതിൽ നിന്ന് നമുക്ക് കറന്റിന്റെ വാല്യൂ വേണം. അപ്പൊ ബൈ ഓംസ് ലോ നമ്മൾ പഠിച്ചിട്ടുണ്ട് V equal to IR. അവിടെ നിന്ന് നമുക്ക് I equal to V by R എന്ന് എടുക്കാം. I equal to V യുടെ വാല്യൂ തന്നിട്ടുണ്ട് V0 sin omega t. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. I equal to V0 sin omega t. നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. V equal to V0 sin omega t, I equal to V0 sin omega t. ഇവിടെ നോക്കിക്കേ, ഇത് രണ്ട് ഇക്വേഷൻ നോക്കിക്കേ, sin omega t sin omega t, രണ്ടും sin omega t sin omega t. അപ്പൊ എന്താ മീൻ ചെയ്യുന്നത്? ഈ ഒരു AC അപ്ലൈ ടു എ റെസിസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു സർക്യൂട്ടിൽ കറന്റും വോൾട്ടേജും സെയിം ഫേസ് ആണ്. ഓക്കെ, അപ്പൊ ഇൻ ദിസ് സർക്യൂട്ട് കറന്റ് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ സെയിം ഫേസ്. കറന്റും വോൾട്ടേജും സെയിം ഫേസിലാണ്. മൂന്നും പഠിക്കുന്നത് മൂന്നായിട്ടായിരിക്കും. നമ്മളിപ്പോ AC അപ്ലൈ ടു റെസിസ്റ്റർ ആണ്, ഇൻഡക്ടർ പഠിക്കാനുണ്ട്, കപ്പാസിറ്റർ പഠിക്കാനുണ്ട്. അപ്പൊ ഓരോന്നിന്റെയും കൺക്ലൂഷൻ ഇവിടെ നമുക്ക് ഇക്വേഷൻ എഴുതുന്നപ്പോ രണ്ട് ഇക്വേഷൻ sin omega t ടേംസിലാണ് കിട്ടിയത്. അപ്പൊ എന്താ മീൻ ചെയ്യുന്നത്? കറന്റും വോൾട്ടേജും എന്താണ്? സെയിം ഫേസിലാണ്. ഓക്കെ, ഇത്ര എഴുതിയാ വേഗം എഴുതിക്കും. ഇതിന്റെ ഫേസർ ഡയഗ്രാം വരക്കണം. ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഏതാണ്? അത് സിഗ്നൽ അപ്ലൈ ചെയ്തു. എഴുതി കഴിഞ്ഞവർ എഴുതിക്കോ. കഴിഞ്ഞ in a purely resistive circuit current and voltage are in same phase. Resistive circuit current and voltage are in same phase. Circuit current and voltage, കറന്റും വോൾട്ടേജും സെയിം ഫേസിലാണ്. സെയിം ഫേസ്. ഓക്കെ, ഈ ഫേസർ ഡയഗ്രാം വരക്കാം. ഫേസർ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ പറഞ്ഞത്? വോൾട്ടേജ് അല്ലെങ്കിൽ കറന്റ്, വോൾട്ടേജും കറന്റും റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു ഡയഗ്രാം. അപ്പൊ നമുക്ക് ഇതിന്റെ ബേസിലാണ് ഫേസർ ഡയഗ്രാം. ഓരോന്നും പഠിക്കുമ്പോൾ ഇതുപോലെ തന്നെ പഠിക്കാം. ഫസ്റ്റ് ഇത് ഡിറൈവ് ചെയ്ത് ഇക്വേഷൻ പറയാം, അത് കഴിഞ്ഞിട്ട് കൺക്ലൂഷൻ പഠിക്കാം, അതിന്റെ ഒപ്പം തന്നെ ഫേസർ ഡയഗ്രാം. ഒന്നും വിട്ട് കളയാനില്ല, ഈ ചാപ്റ്ററിൽ പറയണതെല്ലാം പഠിച്ചോളൂ. ഫേസർ ഡയഗ്രാം എന്ന് പറയുമ്പോൾ ഒരു ആക്സിസ്, ഒരു എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്? വോൾട്ടേജും കറന്റും സെയിം ഫേസിലാണ്. വോൾട്ടേജും കറന്റും സെയിം ഫേസിലാണ്. അപ്പൊ ജസ്റ്റ് വെക്ടർ ആയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വരച്ച് വെക്ടർ ആയിട്ട് റൊട്ടേറ്റിംഗ് വെക്ടർ ആയിട്ട് ജസ്റ്റ് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. വോൾട്ടേജ് ഇതാണെങ്കിൽ വോൾട്ടേജിനെ ഞാൻ PR എന്ന് കൊടുക്കണം. വോൾട്ടേജ്, റെസിസ്റ്റീവ് സർക്യൂട്ടിന്റെ വോൾട്ടേജ്. കറന്റ് എന്ത് ഫേസിൽ തന്നെയാ? സെയിം ഫേസിൽ തന്നെ. അപ്പൊ രണ്ടും ഒരു ലൈൻ ആയിരിക്കും. കറന്റും സെയിം ഫേസ്. വോൾട്ടേജ് ആൻഡ് കറന്റ് ആർ ഇൻ സെയിം ഫേസ്. വോൾട്ടേജും കറന്റും സെയിം ഫേസാ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് ഈ ബ്ലാക്ക് വെച്ച് ഞാൻ വരക്കുന്ന വോൾട്ടേജ് ആണ്. ഡിഫറൻസ് രണ്ടും സെയിം പോയിന്റ്, സെയിം ഫേസ് ആയതുകൊണ്ട് വോൾട്ടേജും കറന്റും സെയിം ഫേസിൽ കൂടി ആയിരിക്കും പോകുന്നത്. മനസ്സിലാണെങ്കിൽ വേണമെങ്കിൽ ഒരെണ്ണം പേന വെച്ച് വരക്കാം, ഒരെണ്ണം പെൻസിൽ വെച്ച് വരക്കാം, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ആവും.
പിങ്ക് കഴിഞ്ഞാ ഓക്കെ. അടുത്തത് ശ്രദ്ധിച്ചോ. അടുത്തത് എ സി അപ്ലൈ ടു ആൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടർ ഉള്ള ഒരു സർക്യൂട്ടിലേക്ക് നമ്മൾ എ സി അപ്ലൈ ചെയ്യാൻ പോകും. നേരത്തെ പോലെ തന്നെ സെയിം തന്നെ, വ്യത്യാസമൊന്നുമില്ല. നേരത്തെ റെസിസ്റ്റർ ഇരുന്ന സ്ഥലത്ത് എന്തിരിക്കും? ഇൻഡക്ടർ ഇരിക്കും. അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ. ശ്രദ്ധിക്ക്, നിങ്ങൾ നേരത്തെ പോലെ കൊല്ലട്ടെ. നേരത്തെ ശ്രദ്ധിച്ചിരിക്കുമായിരുന്നു എല്ലാവരും. എ സി അപ്ലൈ ടു ആൻ ഇൻഡക്ടർ. ഒരു ഇൻഡക്ടറിലേക്ക് നമ്മൾ എ സി കൊടുക്കണം. അപ്പൊ ഇവിടുത്തെ ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് V = V0 sin omega t. സെയിം തന്നെ, ഫസ്റ്റ് സ്റ്റെപ്പ് സെയിം തന്നെ. ഇനി നമുക്കിവിടെ വേണ്ടത് വോൾട്ടേജും കറന്റും തമ്മിലുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് കറന്റ് വേണം. കറന്റ് വേണമെങ്കിൽ നമ്മൾ ഇൻഡ്യൂസ്ഡ് ഇഎംഎഫിന്റെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. E = L × di/dt. ഇവിടെ നമ്മൾ ഇൻഡക്ടർ ആണ്. ഇൻഡക്ടറിന്റെ സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത് സെൽഫ് ഇൻഡക്റ്റൻസ് L. അപ്പൊ നമുക്ക് ഇൻഡ്യൂസ്ഡ് ഇഎംഎഫ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? വോൾട്ടേജ് തന്നെ. അപ്പൊ V = L × di/dt. ഇവിടെ നമുക്ക് വേണ്ടത് എന്താ? കറന്റ് ആണ് വേണ്ടത്. സോ di = V/L × dt. ഓക്കെ. V ക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് കൊടുക്കാം. di = V0 sin omega t by L × dt. ഇവിടെ നമുക്ക് ഉള്ളത് di ആണ്. നമുക്ക് di യിൽ നിന്ന് I കിട്ടണമെങ്കിൽ എന്ത് ചെയ്യാം? ഇന്റഗ്രേറ്റ് ചെയ്യാം. Okay. Integral of di
I equal to V0 by L outside എടുത്ത് ബാക്കിയുള്ളത് ഇന്റഗ്രൽ ഓഫ് sin omega t dt. ഓക്കെ, V0 by L ഇത് ചുമ്മാ മാത്തമാറ്റിക്കൽ സ്റ്റെപ്പാണ്, പ്രത്യേകിച്ച് ഫിസിക്സ് ഒന്നുമല്ല. sin omega t dt, sin omega t യുടെ ഇന്റഗ്രൽ എന്താണ് നമ്മൾ പഠിച്ചത്? മൈനസ് cos omega t by omega. ഓക്കെ, ഈ ഒമേഗ കൂടി ഔട്ട്സൈഡ് എടുക്കണേ. I equal to V0 by L omega മൈനസ് cos omega t. ഇനി നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോണേ. ഈ V0 ഇവിടെ വരെ ചെയ്താൽ ഇവിടെ വരെ അതിന് വേണ്ടി നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ റെസിസ്റ്ററിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ ഒരു ഇൻഡക്ടർ ഉള്ള ഒരു സർക്യൂട്ടിലേക്ക് AC അപ്ലൈ ചെയ്ത് കൊടുത്തേക്കാണ്. ഇൻഡക്ടർ ഉള്ള ഒരു സർക്യൂട്ടിലേക്ക് AC അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് വോൾട്ടേജ് V equal to V0 sin omega t. നമുക്ക് വേണ്ടത് വോൾട്ടേജും കറണ്ടും തമ്മിലുള്ള റിലേഷൻ ആണ്. അതുകൊണ്ട് നമ്മൾ ഇൻഡ്യൂസ്ഡ് EMF-ന്റെ കേസിൽ നമ്മൾ പഠിച്ചായിരുന്നു E equal to L into di by dt. L എന്ന് പറഞ്ഞാൽ എന്താ? സെൽഫ് ഇൻഡക്റ്റൻസ്. ഓക്കെ, V equal to L into di by dt. അത് നമ്മൾ I യുടെ ടേംസിലേക്ക് ഇക്വേഷൻ മാറ്റി I equal to V by L into dt. V ന്റെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് V equal to V0 sin omega t dt. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് I യുടെ വാല്യൂ കിട്ടുക. ഇന്റഗ്രൽ ഓഫ് di I V0 by L കോൺസ്റ്റന്റ് ആയി ഔട്ട്സൈഡ് എടുത്ത് ബാക്കിയുള്ള sin omega t. sin omega t യുടെ ഇന്റഗ്രൽ നമ്മൾ പഠിച്ചു മൈനസ് cos omega t by omega. ആ ഒമേഗ കൂടി ഔട്ട്സൈഡ് എടുത്ത് ബാക്കിയുള്ളത് മൈനസ് cos omega t. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോണേണ്. ഈ സബ്സ്റ്റിറ്റ്യൂഷൻ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇപ്പൊ V0 by L omega equal to I0. V0 by L omega equal to I0. അതുപോലെ തന്നെ മൈനസ് cos omega t equal to sin omega t മൈനസ് pi by 2. മൈനസ് cos omega t equal to sin omega t minus pi by t. ഈ രണ്ട് സ്റ്റെപ്പ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം ഇവിടെ എത്തിക്കഴിയുമ്പോൾ. അപ്പോൾ I equal to V0 by L omega ക്ക് എന്താ കൊടുത്തത്? I0 into sin omega t minus pi by 2. ഓക്കെ, ഇതാണ് നമുക്ക് കിട്ടിയ I യുടെ വാല്യൂ. ഇനി നമുക്ക് V യുടെ വാല്യൂ നമ്മൾ എന്താ പഠിച്ചത്? V equal to V0 sin omega t. ഇനി രണ്ടും നമ്മൾ നേരത്തെ നമ്മൾ റെസിസ്റ്ററിന്റെ കേസിൽ നമ്മൾ പഠിച്ചപ്പോൾ രണ്ടും എന്തായിട്ടാണ് കിട്ടിയത്? sin omega t എന്ന് തന്നെയല്ലേ കിട്ടിയത്. അപ്പൊ സെയിം ഫേസ് ആണെന്ന് പറഞ്ഞു. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ V യുടെ വാല്യൂ V equal to V0 sin omega t. പക്ഷെ I യുടെ വാല്യൂ നോക്കിക്കേ, I equal to I0 sin omega t minus pi by 2. അപ്പൊ നോക്കിക്കേ, sin omega t minus pi by 2 ആണ്. അപ്പൊ ഇവിടെ കറന്റ് ലാഗ് ചെയ്യുവാണോ അല്ലെങ്കിൽ ലീഡ് ചെയ്യുവാണോ? മറ്റേത് രണ്ടും സെയിം ഫേസ്, അതായത് ഒരേപോലെ തന്നെ പോയി. രണ്ടും വിയും ഐയും സെയിം വേയിൽ തന്നെ പോയി. പക്ഷെ ഇവിടെ നോക്കിക്കേ, ഇവിടെ V0 യുടെ വാല്യൂ നോക്കിയപ്പോൾ sin omega t ആണ്. പക്ഷെ I യുടെ വാല്യൂ നോക്കിയപ്പോൾ sin omega t minus pi by 2 എന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ ലാഗിങ് ആണോ ലീഡിങ് ആണോ? കറന്റ് ലാഗ് ചെയ്യുവാണോ? ഓക്കെ, അപ്പൊ വോൾട്ടേജ് ആണ് ഇവിടെ ലീഡ് ചെയ്യുന്നത്. കറന്റ് ലാഗിങ് ബൈ ഫേസ് ആംഗിൾ pi by 2 90 ഡിഗ്രി ബാക്കിലാണ്, ലാഗിങ് ആണ് കാണിക്കുന്നത്. ഓക്കെ, ഇത്രയും കിട്ടിയെങ്കിൽ നമുക്ക് ഫേസർ ഡയഗ്രാം വരക്കാം. വേഗം ചെയ്തോ. ഇതൊക്കെ ഇന്ന് തന്നെ പോയി ഒന്ന് എഴുതി നോക്കണേ പറ്റുള്ളൂ, ടൈം ഉണ്ടെങ്കിൽ. ഇല്ല, ടൈം ഉണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് കേസിൽ പഠിച്ചത് കറന്റും വോൾട്ടേജും എന്താണ്? സെയിം ഫേസ് ആണ്. ഇവിടെ കറന്റ് ലാഗ് ബിഹൈൻഡ് EMF ബൈ ഫേസ് pi by 2. ഇത്ര എഴുതി കഴിഞ്ഞാ മനസ്സിലായില്ലേ? ഇവിടെ എല്ലാ ഉണ്ടെങ്കിൽ ശേഷം കിട്ടിയാൽ മനസ്സിലായോ? നേരത്തെ ചെയ്ത സർക്യൂട്ട് വരാം. ഇവിടെ എന്തായിരുന്നു ഇൻഡക്ടർ റെസിസ്റ്റർ ഇൻഡക്ടർ വ്യത്യാസം കണ്ടോ? ഇതിന്റെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കേ V0 sin omega t. ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ നോക്കിക്കേ V0 sin omega t. ഇവിടെ നമുക്ക് അടുത്തത്
ഇവിടെ ബൈ ഓംസ്ലോ നമ്മൾ ജസ്റ്റ് I equal to V by R വെച്ച് ഇവിടെ നമ്മൾ ഇൻഡക്ടർ ആണ് വെച്ചേക്കുന്നത്. ഇൻഡക്ടർ റിലേറ്റ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഇത് മാത്രമേ ഉള്ളൂ. ആ ഇക്വേഷൻ എടുത്ത് കറന്റ് ടേംസിലേക്ക് ജസ്റ്റ് മാറ്റി ജസ്റ്റ് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. മാക്സിമം വേറെ നോക്കിക്കേ. കഴിഞ്ഞോ സ്വാതി കഴിഞ്ഞോ? അനന്തു എഴുതുന്നുണ്ടോ? സൗരഭ്യ ക്യാമറ ഓൺ ചെയ്ത്, ദേവ ക്യാമറ ഓൺ ചെയ്ത്. അനന്ത് കഴിയുമ്പോ പറയണേ. കഴിഞ്ഞ സൗരഭ് കഴിഞ്ഞ? ഇനി ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുമോ നോക്കിയേ. മറ്റേത് രണ്ടും സെയിം ഫേസിലാണ് പോയത്. ഫേസർ ഡയഗ്രാം വരയ്ക്കാൻ പറ്റുമോ നോക്കിയേ. കറണ്ട് എന്ത് ചെയ്യുന്നു പറഞ്ഞേക്കുന്നത്? ലാഗ് ആണ്. അപ്പൊ വോൾട്ടേജ് ആണ് എന്ത് ചെയ്യുന്നത്? ലീഡ് ചെയ്യുന്നത്. നോക്കട്ടെ മറ്റേതിന്റെ ബേസിൽ വരക്കാൻ പറ്റുമോ നോക്കട്ടെ. അതല്ല അതിനെ വൃത്തിയിട്ട് വരച്ചോളാം. ഇങ്ങനെയല്ലേ വരയ്ക്കാം. കറണ്ട് ലാഗാണെന്ന് എങ്ങനെ മനസ്സിലാവുക വെച്ചിട്ട്? സൈൻ പൈ ബൈ ടു സൈൻ ഒമേഗ ടി മൈനസ് പൈ ബൈ ടു മൈനസ് ബാക്കിലാണ് മൈനസ് ആവുന്നത്. ഇത് സെയിം പൈ ബൈ ടു പൈ ബൈ ടു മൈനസ് ഒമേഗ ടി മൈനസ് പൈ ബൈ ടു ഐ അല്ലേ ഐ. ഇത് വി മുന്നിൽ കറണ്ട് ബാക്കിൽ. ഓക്കെ അപ്പൊ നോക്കിക്കേ. ഐ എന്താന്നാ പറഞ്ഞേക്കുന്നത്? കറണ്ട് എന്താന്നാ പറഞ്ഞേക്കുന്നത്? ഇവിടെ ലാഗിങ് ആണ്. കറന്റ് ലാഗിങ്, വോൾട്ടേജ് ലീഡിങ്. ബൈ ഫേസ് ആംഗിൾ എത്ര പറഞ്ഞേക്കുന്നത്? വി എൽ. ആംഗിൾ എത്ര പറഞ്ഞേക്കുന്നത്? 5/2. രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് 5/2 ആണ്. കറന്റ് ലാഗിങ് ആണ്, കറന്റ് ബാക്കിലാണ്, വോൾട്ടേജ് ലീഡിങ് ആണ്. വോൾട്ടേജ് മുമ്പിൽ പോകുന്നു. അത് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കണ്ടോ വോൾട്ടേജ് ലീഡ് ചെയ്യുന്നു, വോൾട്ടേജ് നേരെ മുമ്പിൽ പോകുന്നു, കറന്റ് ലാഗിങ് ആണ്. അപ്പൊ ബാക്കിലാണ്, കറന്റ് പയ്യാണ് വരുന്നത്. ഇങ്ങനെയാണ് അവസ്ഥ. ഓക്കെ അടുത്തത്. അയ്യോ ഡയഗ്രാം വെച്ചിട്ട് ഇത് വരച്ചാ വായിച്ചോട്ടെ. വരക്ക് വേഗം. ഏതാ മനസ്സിലാത്തത്? അയ്യോ അത് വേറെ വേറെ ഞാൻ പറയുള്ളൂ. എന്തോ ആ കറക്റ്റ് ആണ്. അത്രേ ഉള്ളൂ. ലാഗ് കറണ്ട് നോക്ക്. ഇപ്പൊ ഇങ്ങനെ ഈ ഒരു റൊട്ടേറ്റ് ചെയ്യുന്നല്ലേ പറഞ്ഞേക്കുന്നത്. വോൾട്ടേജും കറന്റും റൊട്ടേറ്റിംഗ് ആണ്. റൊട്ടേറ്റിംഗ് വെക്ടേഴ്സ് ആയിട്ടാണ് നമ്മൾ ഫേസർ ഡയഗ്രാമിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ നോക്കിക്കാൻ വോൾട്ടേജ് റൊട്ടേറ്റ് ചെയ്ത് പോവുക. അപ്പൊ കറന്റ് ബാക്കിലാണ്, കറന്റ് ലാഗിങ് ആണ്. മറ്റേത് രണ്ടും നോക്കി. ഫസ്റ്റ് വരച്ച ഡയഗ്രത്തിൽ നോക്കി രണ്ടുപേരും സെയിം ഫേസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നോക്കിക്ക് ഒരാൾ ലാഗിങ് ആണ്, ഒരാൾ ബാക്കിലാണ് വന്നോണ്ടിരിക്കുന്നത്. ലാഗ് ചെയ്യുന്നുണ്ട്. അങ്ങോട്ട് ലാഗ് അല്ലല്ല. അത് ജസ്റ്റ് അത് ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി വരച്ചതാ. കളർ മനസ്സിലാക്കാൻ വേണ്ടി വരച്ചതാ. മാഗ്നിറ്റ്യൂഡ് നോക്കണം. ഇല്ല അത് കളർ മനസ്സിലാൻ വേണ്ടി അവർ ഒരുമിച്ച് വരക്കാൻ. അത് ഗ്രീൻ കൊണ്ട് അതിന്റെ പുറത്ത് വരച്ചിട്ടുണ്ടെങ്കിൽ
വരച്ച് കഴിഞ്ഞിട്ട് എഴുതണം കേട്ടോ. കറന്റ് ഈസ് ലാഗിങ് ബിഹൈൻഡ് വോൾട്ടേജ് ബൈ ഫേസ് 5/2. ദാറ്റ് മീൻസ് വോൾട്ടേജ് ഈസ് ലീഡിങ്. പെൻസിൽ വെച്ച് വരയ്ക്കുകയാണെങ്കിൽ നല്ലത്, നല്ല മനസ്സിലാവുള്ളൂ. എഴുതുന്നുണ്ട് by face 5/2. ഇത് വെച്ചിട്ട് മനസ്സിലായ 90 ഡിഗ്രി ഡിഫറൻസ് ആണ്. സോ അത് ഇതിലൂടെ തന്നെ ഇരിക്കണമെന്നല്ല. നമ്മൾ ജനറേഷനിൽ മനസ്സിലായ വരച്ചേക്കണത് മനസ്സിലായ കറന്റ് ലാഗ് ചെയ്യണേ. അതായത് വോൾട്ടേജിന്റെ ഗ്രാഫ് 0 to π എത്തിയപ്പോഴും മറ്റേത് π/2 ലാഗിങ് മനസ്സിലാക്കി വരക്കണേ. ജസ്റ്റ് ഒന്നും ഇതെല്ലാം പഠിക്കണോട്ടോ, ഇതൊന്നും വിടാനില്ല. അച്ഛന് മനസ്സിലായ ആർക്കും കിട്ടുന്നുണ്ടല്ലോ. ഓക്കെ എഴുതിയാ എന്നിട്ട് എഴുതിയാ ബാക്കി എഴുത്. കറന്റ് ഈസ് ലാഗിങ് ബിഹൈൻഡ് വോൾട്ടേജ്. ബാക്കി എഴുതി ബിഹൈൻഡ് വോൾട്ടേജ്. ഗൗരി എഴുതിയാ? സെന്റൻസ് എഴുതിയാ? എഴുതിയാ? എന്താ എഴുതണ്ടെന്നാ സെന്റൻസ് വെച്ച് പറ. മറ്റേത് സെയിം ഫേസിലായിരുന്നു. ഇവിടെ എങ്ങനെ എഴുതി? കറന്റ് ഈസ് ലാഗിങ് ബിഹൈൻഡ് ഇവിടെ ഇരുന്നാ എന്നാലേ എനിക്ക് ഇടക്ക് പറഞ്ഞുതരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബാക്കിൽ കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ ശരിയാവില്ല. ഓക്കെ അടുത്തത് പോട്ടെ എന്നാ. ഇപ്പൊ വിടാട്ടാ. അടുത്തോട് നിർത്താതെ വിടില്ല എന്തായാലും. അഖിലേ അവരെ മക്കളൊക്കെ പൊട്ടിക്കാനാ എന്തോ ആയിക്കോ. റെസിസ്റ്ററും ഇൻഡക്ടറും വരച്ച സ്ഥലത്ത് കപ്പാസിറ്റർ വരച്ച് ഫസ്റ്റ് ഇക്വേഷൻ എഴുതിക്കോ. കപ്പാസിറ്റർ ചെയ്ത് തുടങ്ങിക്കോ. ഫിഗർ വരച്ച കപ്പാസിറ്ററിന്റെ ഫിഗർ വരച്ചപ്പോ എങ്ങനെ വരുമെന്ന് വരക്ക്. കപ്പാസിറ്ററിന്റെ സിമ്പൽ എന്താ? കപ്പാസിറ്റർ ചാപ്റ്റർ പഠിച്ച് കപ്പാസിറ്ററിന്റെ രണ്ടുപേര ഇതൊക്കെ ഇപ്പഴാണ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. കപ്പാസിറ്റർ എക്സാമിന് ഉണ്ടായിരുന്ന ചെയ്യാൻ പറ്റുമോ? അല്ല ഫസ്റ്റ് ഇക്വേഷൻ വരെ എഴുതുന്നു.
equal to V0 sin omega t. Q equal to CV. Q equal to CV. ഇവിടെ നമുക്ക് dq by dt എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? കറന്റിനെ നമുക്ക് വേണ്ട അടുത്ത സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ വോൾട്ടേജിന്റെ ഇക്വേഷൻ എഴുതി. പിന്നെ നമുക്ക് കറന്റിന്റെ ഇക്വേഷൻ ആണ് വേണ്ടത്. അപ്പോൾ ഈ കേസിൽ നമുക്ക് Q equal to CV കപ്പാസിറ്റൻസിന്റെ ഇക്വേഷൻ ചാർജ് ഈക്വൽ ടു കപ്പാസിറ്റൻസ് വോൾട്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് Q equal to dq by dt എടുത്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? dq by dt എന്താ? I. dq by dt equal to I. അപ്പോൾ നമുക്ക് both sides ലും t വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ CV dq by dt equal to d by dt of C2V equal to V0 sin omega t equal to V0 sin omega t constant outside of the d by dt of sin omega t യുടെ ഡിഫറൻഷ്യൽ എന്താ? cos omega t minus cos omega t by omega और डेरिवेटिव वाला जो Derivative है cos omega omega cos omega cos കൺഫ്യൂഷൻ ആണല്ലേ? omega cos मैंने फुल इंटीग्रेशन बता दी अरे और कम हुआ हाँ बाल दूँगा ഇനി നമുക്ക് ഈ cos omega t ഇവിടെ നമ്മൾ അടുത്തത് ശ്രദ്ധിച്ചേ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പോണേ. ഇവിടെ നമുക്ക് CV0 എടുത്തിപ്പോയിക്ക് വേഗം എടുക്കുക. ശരിയാവും. എല്ലാവരും ഞാൻ മാറ്റിയിട്ടോട്ട് അടുത്ത ക്ലാസ്സിൽ എല്ലാവരും ഞാൻ മാറ്റി. എല്ലാവരും മാറ്റിയിട്ടോ. ക്ലാസ് തുടങ്ങണതിന് മുമ്പ് ഞാൻ പറയട്ടെ എവിടെ ഇരിക്കണം. I equal to CV0 omega into cos omega t. omega അല്ലേ? Okay, substitute ചെയ്തേ. I equal to I0 sin omega t
പ്ലസ് 5/2. അപ്പൊ നോക്കിക്കേ, ഐയുടെ ഇക്വേഷൻ കിട്ടി, ബിയുടെ ഇക്വേഷൻ കിട്ടി. ഇവിടെ കറന്റ് ലാഗിംഗ് ആണോ ലീഡിംഗ് ആണോ? ഓക്കെ, സൈൻ ഒമേഗ ടി പ്ലസ് 5/2. അപ്പൊ ഇത്ര എഴുതിക്കോ. എഴുതി കഴിഞ്ഞാ ഇത് എഴുതി കഴിഞ്ഞാൽ സെന്റൻസ് എഴുതിയാ എന്തെന്നോ ഒരു സെന്റൻസ് എന്തെന്നോ ഇനി കറന്റ് ഈസ് ഫേസ് 5/2 എഴുതിക്കോ. 5/2 എന്ന് മാത്രം മതി. ഫേസ് ആംഗിൾ 5/2 അല്ലേ? ഇവിടെ എന്താ ഇവിടെ നോക്കിക്കേ, ആ സൈൻ നോക്കിക്കേ, സൈൻ ഒമേഗ ടി പ്ലസ് 5/2 എന്നാ പറയുന്നത്. പ്ലസ് എന്ന് പറയുമ്പോൾ കറന്റ് ഇവിടെ എന്തായിരിക്കും? ലീഡിങ്. എഴുതിക്കോ, കറന്റ് ഈസ് ലീഡിങ് ഫേസ് 5/2. അതായത് വോൾട്ടേജ്. അപ്പോൾ വോൾട്ടേജ് എന്താണ്? ലാഗിങ്. അല്ലെങ്കിൽ എന്റെ ഫേസ് ഡയഗ്രാം വരയ്ക്കാൻ പറ്റുമോ നോക്കി? വേഗം വരച്ചോ, ഡയഗ്രാം വരച്ചോ. ഫേസ് ഡയഗ്രാം വരയ്ക്കുക, വേഗം വരയ്ക്കുക. വോൾട്ടേജ് ഇവിടെ ആണെങ്കിൽ 90 ഡിഗ്രി, 90 ഡിഗ്രി ഡിഫറൻസ് ഉണ്ടാവില്ല. അപ്പോൾ വോൾട്ടേജിലാണെങ്കിൽ കറന്റ് എവിടെ വരും? മനസ്സിലായോ? ബോർഡിൽ വരയ്ക്കണം. ടൈമായില്ലേ? ഏകദേശം ഉറപ്പാണ്. ഒരു കൂടിപ്പോയ നിൽക്കണ്ടത് കണ്ടിന്യൂഷൻ അടുത്തത് ആ നമ്മൾ റെപ്രസെന്റ് ചെയ്തില്ലേ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തില്ലേ, C = B0. ശരിയാവല്ലേ? അനന്തു നോട്ടൊക്കെ എഴുതിയിട്ടുണ്ടോ? ഡൗട്ട് ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ പറഞ്ഞുതരാട്ടോ. ആരെന്തത് എഴുതിയെടുത്തോ, അടുത്ത ക്ലാസ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞുതരാവേ.